വെൽക്കം ടു അബീക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി. ഐസ് പാക്ക് ഓർ ഹോട്ട് ബാഗ്. ശാരീരിക വേദനകൾ കുറയ്ക്കാൻ ചൂട് പിടിക്കാമോ, ഐസ് പാക്ക് വെക്കാമോ? ഈ 5 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാൽ എല്ലാ വേദനകൾക്കും ചൂട് പിടിക്കാമോ? ചിലർ ഐസ് പാക്ക് വെക്കുന്നതും കാണാറുണ്ട്. എന്നാൽ എപ്പോഴാണ് ചൂട് വെക്കേണ്ടതെന്നോ എപ്പോഴാണ് തണുപ്പ് ഉപയോഗിക്കേണ്ടതെന്നോ അറിയണം. ചതവ്, ഉളക്ക്, നീര് എന്നിങ്ങനെ ശരീരത്തിൽ എന്ത് വേദന സംഭവിച്ചാലും അതിന് ചൂട് പിടിക്കുക എന്നത് കേരളത്തിന്റെ പരമ്പരാഗതമായ ചികിത്സാ രീതിയിൽ ഉൾപ്പെടുന്നവയാണ്. വെള്ളത്തിൽ ഉപ്പിട്ട് ചൂട് പിടിക്കുന്നത് വളരെ സാധാരണമായ ഒരു ചികിത്സയാണ്. എന്നാൽ എല്ലാ വേദനകൾക്കും ചൂട് പിടിക്കാമോ? ചിലർ ഐസ് പാക്ക് വെക്കുന്നതും കാണാറുണ്ട്. എന്നാൽ എപ്പോഴാണ് ചൂട് പിടിക്കേണ്ടതെന്നോ എപ്പോഴാണ് തണുപ്പ് വെക്കേണ്ടതെന്നോ പലർക്കും അറിയില്ല. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭാവിയിൽ വലിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ചൂട് പിടിക്കുമ്പോൾ സംഭവിക്കുന്നത്: ശരീരത്തിന്റെ ഏത് ഭാഗത്തും ചൂട് പിടിക്കുമ്പോൾ ആ ഭാഗത്ത് പുറമെ വലിയ മാറ്റങ്ങളൊന്നും നാം കാണുന്നില്ലെങ്കിലും ഉള്ളിൽ വലിയ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ചൂട് ചെല്ലുമ്പോൾ രക്തക്കുഴലുകളെ വികസിപ്പിക്കാൻ സഹായിക്കുന്നു. ഇതുവഴി ഈ ഭാഗത്തേക്ക് കൂടുതൽ ഓക്സിജന്റെ അളവ് എത്തുവാനും ഇതുവഴി സാധിക്കുന്നു. ഒപ്പം ന്യൂട്രിയൻസും എത്തുന്നതോടെ വേദനയിൽ ആശ്വാസം തോന്നും. തണുപ്പ് ഉപയോഗിക്കേണ്ടത് എപ്പോൾ? ചൂട് പിടിക്കുന്നതിന്റെ നേർവിപരീതമായ പ്രവർത്തനങ്ങളാണ് തണുപ്പ് പിടിക്കുമ്പോൾ സംഭവിക്കുന്നത്. എന്നാൽ ചില ഘട്ടങ്ങളിൽ ഇതാണ് ആവശ്യമായി വരിക. ഐസ് പാക്ക് പോലെയുള്ളവ ഉപയോഗിക്കുമ്പോൾ രക്തക്കുഴലുകൾ ചുരുങ്ങിയാണ് ചെയ്യുക. ഇതോടെ രക്തത്തിന്റെ ഒഴുക്ക് മന്ദഗതിയിലാകും. ആയതിനാൽ തന്നെ അവിടേക്കുള്ള പോഷകങ്ങളുടെ അളവും കുറയും. ചൂട് പിടിക്കേണ്ടത് എപ്പോഴൊക്കെ? പെട്ടെന്നല്ലാതെ കുറച്ചു കാലങ്ങളായി നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കുന്ന വേദനകൾക്ക് എപ്പോഴും ചൂട് പിടിക്കുന്നതാണ് നല്ലത്. അതായത് സന്ധികൾ അനക്കാൻ സാധിക്കാതെ വരിക, സന്ധികളിൽ ഉണ്ടാകുന്ന വേദന, മസിലുകളിൽ അനുഭവപ്പെടുന്ന മുറുക്കം, സന്ധിവാതം, സന്ധിവേദന, പീരിയഡ്സ് വേദന എന്നിവയ്ക്കെല്ലാം ചൂട് ഉത്തമമാണ്. തണുപ്പ് ഉപയോഗിക്കേണ്ടത് എപ്പോഴൊക്കെ? വളരെ പെട്ടെന്ന് അപ്രത്യക്ഷിതമായി സംഭവിക്കുന്ന ഉളുക്കുകൾക്കും വേദനകൾക്കും നമുക്ക് തണുപ്പ് ഉപയോഗിക്കുന്നതാണ് ഉചിതം. വേദനയോടൊപ്പം നീര് കാണുക, കായികപരമായ പരിക്കുകൾ, മസിൽ ട്രോയിൻ, മസിൽ ടിയർ പോലുള്ള പരിക്കുകൾ, മൈഗ്രെയിൻ, തലവേദന എന്നിവയ്ക്കെല്ലാം തണുപ്പ് വെക്കേണ്ടതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും ഉപയോഗിക്കുന്നതിനൊരു സമയം കണക്കാക്കണം. 20 മിനിറ്റിൽ കൂടുതൽ ഇവ ഉപയോഗിക്കാൻ പാടില്ല. തുടർച്ച ഉപയോഗിക്കണമെങ്കിൽ 20 മിനിറ്റിന് ശേഷം ഇടവേള എടുക്കണം. ഇങ്ങനെ മാത്രമേ ഇവ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതുപോലെ തണുപ്പാണ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഐസോ തണുത്ത വെള്ളമോ ഒരിക്കലും നേരിട്ട് ഉപയോഗിക്കരുത്. ഐസ് ഉപയോഗിക്കുമ്പോൾ ഐസ് ബാഗിലോ തുണിയിലോ പൊതിഞ്ഞു മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. വേദന ജീവിതത്തിന്റെ ഭാഗമാണ്. വേദനകൾ പലപ്പോഴും ചൂടുപിടിക്കലാണ് വീട്ടുവൈദ്യം. എന്നാൽ എല്ലാ വേദനകൾക്കും ചൂട് പിടിക്കാൻ പറ്റില്ല. ചില വേദനകൾ ശമിക്കാൻ ഐസ് പാക്കാണ് നല്ലത്. ചൂടോ തണുപ്പോ ഏതാണ് നല്ല ചികിത്സാ രീതി എന്ന് ചോദിച്ചാൽ രണ്ടും വ്യത്യസ്തമായ ചികിത്സാ രീതികളാണ്. വ്യത്യസ്ത രോഗങ്ങൾക്കാണ് ഇവ പ്രയോഗിക്കുക. ഐസ് പാക്കുകൾ ഗുരുതരമായ പരിക്കുകൾക്കാണ് ഉപയോഗിക്കുക. പരിക്കേറ്റ ഭാഗത്ത് വീക്കം കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. മുറിവേറ്റുണ്ടാകുന്ന രക്തപ്രവാഹം, പേശിവലിവ്, ഇൻഫ്ലമേഷൻ എന്നിവ കുറയ്ക്കാൻ ഐസ് പാക്ക് സഹായിക്കും. എന്നാൽ ചൂട് പിടിക്കുന്നത് പഴക്കം ചെന്ന രോഗം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെ മറികടക്കാൻ വേണ്ടിയാണ്. പരിക്കേറ്റ ഭാഗത്ത് കോശങ്ങളെ അയക്കുകയും അവിടേക്ക് രക്തപ്രവാഹം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വിവിധതരം വേദനകൾക്ക് ഏതെല്ലാം ചികിത്സയാണ് ഫലിക്കുകയെന്ന് നമുക്ക് നോക്കാം. നടുവേദന. ശക്തമായ നടുവേദന വന്നാൽ ചൂടുവെള്ളത്തിൽ കുളിക്കാമെന്ന് കരുതുക. എന്നാൽ ഈ പ്രശ്നം ഗുരുതരമാകും. ചൂട് പിടിക്കുന്നതിന് പകരം 2-3 ദിവസം ഐസ് പാക്ക് ഉപയോഗിക്കാം. ആർത്തവ വേദന. ആർത്തവ വേദന ശക്തി കൂടിയും കുറഞ്ഞും അനുഭവപ്പെടാം. ഇവിടെ പേശികൾക്ക് ആയാസം നൽകുകയും രക്തപ്രവാഹം വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. ആയതിനാൽ ചൂട് പിടിക്കുകയോ ചൂടുവെള്ളത്തിൽ കുളിക്കുകയോ ചെയ്യാം. സന്ധിവേദന. കഠിനമായ വ്യായാമം ചെയ്യുന്നവർ അതിനു മുമ്പ് ശരീരത്തെ പാകപ്പെടുത്തണം. കൈകാൽ മുട്ടുകൾക്കായി ലളിതമായ വ്യായാമം ചെയ്ത ശേഷം മാത്രമേ കഠിനമായ എക്സസൈസിന് ഇറങ്ങാവൂ. എക്സസൈസ് കഴിഞ്ഞ ശേഷം സന്ധിവേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഐസ് പാക്ക് വെക്കാം. എന്നാൽ 20 മിനിറ്റിലധികം സമയം ഐസ് പാക്ക് ഉപയോഗിക്കരുത്. കാൽ ഉളുക്കുക. കാൽ ഉളുക്കുമ്പോൾ സാധാരണയായി ചൂട് പിടിക്കുകയാണ് ചെയ്യുക. എന്നാൽ ഇത് പരിക്കിനെ അധികരിപ്പിക്കുകയേ ഉള്ളൂ. വീക്കം, ഇൻഫ്ലമേഷൻ എന്നിവ കുറയ്ക്കാൻ ഐസ് പാക്കാണ് നല്ല പരിഹാരം. സന്ധിവാതം. സന്ധിവാതത്തിന് ചൂടും തണുപ്പും മാറി മാറി പിടിക്കാം. ചൂട് പിടിക്കുന്നത് പേശികൾ അയയുന്നതിനും രക്തപ്രവാഹം വർദ്ധിക്കുന്നതിനും സഹായിക്കും. അതേസമയം ഐസ് പിടിക്കുമ്പോൾ സന്ധികൾ മരവിപ്പിക്കുന്നതിനാൽ ഇൻഫ്ലമേഷൻ കുറയും. ഇവ രണ്ടും മാറി മാറി പ്രയോഗിക്കാം. അസ്ഥിബന്ധങ്ങളിലെ പരിക്ക്. അസ്ഥിബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പരിക്കുകൾക്ക് ഐസ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. 36 മണിക്കൂറിനുള്ളിൽ 3 മണിക്കൂർ കൂടുമ്പോൾ പരിക്കേറ്റ ഭാഗത്ത് ഐസ് പാക്ക് ഉപയോഗിക്കുകയോ ഐസ് ബാത്ത് നടത്തുകയോ ചെയ്യാം.
പരിക്കേറ്റ ഭാഗത്തേക്കുള്ള രക്തപ്രവാഹം നിയന്ത്രിക്കാനും ഐസ് സഹായിക്കുന്നു. അതുവഴി വീക്കവും ഇൻഫ്ലമേഷനും തടയാനാകും. വേദനയുള്ള സ്ഥലത്ത് ഐസ് പാക്ക് അല്ലെങ്കിൽ ചൂട് പിടിക്കുന്നത് വേദന കുറയ്ക്കാനും ശരീരത്തെ വേഗത്തിൽ സുഖപ്പെടുത്താനും സഹായിക്കുന്നു. ഈ അറിവ് പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.